ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറായ സോം കുമാർ ടീം വിട്ട് മാർക്കസ് മൊർഗലാവോ സ്ഥിരീകരിക്കുന്നു. മാർക്കസ് മൊർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു സോം കുമാർ സ്ലോവേനിയൻ ലീഗിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണെന്നാണ് മാർക്കസ് മൊർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയോടെ സോം കുമാർ സ്ലോവേനിയൻ ലീഗിലേക്ക് തിരിച്ചു പോയി എന്നാണ് ഇപ്പോൾ മാർക്കസ് മൊർഗലാവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലെ പുതിയ ഗോൾ കീപ്പറായ അൻവർ ഷെയ്ഖിൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസാണ് മാർക്കസ് മൊർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അൻവർ ഷെയ്ഖുമായി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നതെന്നാണ് മാർക്കസ് മൊർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത വർഷം മുതലാണ് അൻവർ ഷെയ്ഖ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക. ഇനിയും ബ്ലാസ്റ്റേഴ്സിലെ ഭാഗത്തുനിന്നും ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെന്നും മാർക്കസ് മൊർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ ലാസ്റ്റ് ദിവസമാണ്. ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് മാർക്കസ് മൊർഗലാവിൻ്റെ ഭാഗത്തു നിന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇൻകമിങ്ങും ഡിപ്പാച്ചറും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ജനുവരി 30 മുമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇന്ന് ജനുവരി 30 ലാസ്റ്റ് ദിവസമാണ്. ട്രാൻസ്ഫർ വിൻഡോത്തോടുകൂടി നടക്കുന്നതാണ്. ഇന്ന് ഇൻകമിങ്ങും ഡിപ്പാച്ചറും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് മാർക്കസ് മൊർഗലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ആശിഷ് നെഗിയുടെ ലൈവിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു സർപ്രൈസ് ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഏതായാലും ഇന്ന് രാത്രി 12 ഇന്ത്യയിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നടക്കുന്നതാണ്.